ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലവ് മാനിഫെസ്റ്റേഷന് സഹായിക്കുന്ന 5 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, പുതിയൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കും ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അത് ബ്രേക്കപ്പ് ആയിപ്പോയി, അത് പാച്ചപ്പ് ആക്കണം, പെട്ടെന്ന് തന്നെ ആ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് തന്നെ കടന്നു വരണം, വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ലവ് മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ അഫർമേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് അഫർമേഷൻസിലോട്ട് വരാം. ആദ്യം അഫർമേഷൻസ് പറയാം, എന്നിട്ട് അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ നോട്ട് ചെയ്തോളൂ. ഒന്നാമതായിട്ട് പറയുന്നത്, ഞാൻ ആരോഗ്യപരമായ ഒരു സ്നേഹബന്ധത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്നേഹബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇനി ആരുമില്ലെങ്കിലും നിങ്ങൾക്കിത് പറയാവുന്നതാണ്. ഞാൻ ആരോഗ്യപരമായ ഒരു സ്നേഹബന്ധത്തിലാണ്. മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഫർമേഷൻ. രണ്ടാമത്തേത്, ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളതാണ്. ഞാൻ സ്നേഹത്തിന് അർഹനാണ്. മൂന്നാമത്തേത്, ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ്. ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ്. അടുത്തത്, ഞാൻ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാണ്. അടുത്തത്, സ്നേഹം അനുഭവിക്കാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹം അനുഭവിക്കാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് 5 അഫർമേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇത് ആദ്യം ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്തതിന് ശേഷം 2-3 മെത്തേഡുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ അഫർമേഷൻസ് പറയുന്നതാണ്. രാവിലെ എണീറ്റ ഉടനെ ഈ അഫർമേഷൻസ് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു 10 മിനിറ്റോളം ഈ ഒരു 5 അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി 10 മിനിറ്റ് പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് രാവിലെ എണീറ്റ ഉടനെ ഇത് ചാൻഡ് ചെയ്യുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 5 മിനിറ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ ടോട്ടലി രാവിലെ 10 മിനിറ്റും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റും ചെയ്താൽ മതി. 15 മിനിറ്റ് ഒരു ദിവസം ഈ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഒരു 21 ഡേയ്സ് ചെയ്യുമ്പോഴേക്കും ലവ് മാനിഫെസ്റ്റേഷൻ പോസിബിലിറ്റീസ് ഒരുപാടായിട്ട് കാണാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നല്ല, മാനിഫെസ്റ്റേഷൻ നടക്കും എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു, എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ അഫർമേഷൻസും രാവിലെ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക. രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിലും 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എഴുതുകയാണെങ്കിൽ 3 തവണ വീതം എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഇത് വാട്ടർ ടെക്നിക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, പൊട്ടുന്ന ഗ്ലാസ്സിൽ, എന്നിട്ട് ആ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ട്, ബൈ ഹാർട്ട് ആണല്ലോ ഓൾറെഡി, അപ്പോൾ നോക്കിക്കൊണ്ട് ഒന്നാമത്തെ അഫർമേഷൻ ഒരു 5 തവണ പറയുക, രണ്ടാമത്തെ അഫർമേഷൻ 5 തവണ പറയുക. അങ്ങനെ ഈ 5 അഫർമേഷനും 5 തവണ വീതം പറഞ്ഞതിന് ശേഷം ഈ വെള്ളം കുടിക്കുക. അത് രാവിലെയും ചെയ്യുക എണീറ്റ ഉടനെ, അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും ചെയ്യുക. അപ്പോൾ വാട്ടർ ടെക്നിക്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയും കിട്ടിക്കാണും. അപ്പോൾ ഒന്നുകൂടി എടുത്ത് ഞാൻ പറയാം. പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ 10 മിനിറ്റ് പറയുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് പറയുക. രാവിലെ സമയമില്ലെങ്കിൽ 10 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആക്കി മാറ്റാവുന്നതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് എഴുതുന്ന കാര്യമാണ്. എഴുതുമ്പോൾ ഓരോ അഫർമേഷൻസും 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞ് വാട്ടർ ടെക്നിക്ക് ആവുമ്പോൾ ഓരോ അഫർമേഷൻസും 5 തവണ വീതം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് ചെയ്യേണ്ടത്. ഈ 3 ടെക്നിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ അഫർമേഷൻസ് ചാൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലവ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ പുതിയത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ലവ് മാസ്റ്ററി കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്നേഹിക്കുന്ന ആൾ ഞാനുമായിട്ട് അത്ര അടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പുറകെ നടക്കും. പുള്ളിക്കാരനെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും, പക്ഷെ എൻ്റെ അടുത്ത് അത്രയും ഒരു മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരന് ഒത്തിരി മാറ്റം എന്നോടുള്ള അപ്രോച്ചിൽ ഒത്തിരി മാറ്റം വന്നു. എന്നോട് എന്താ ഇപ്പം നല്ല രീതിയിൽ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും ആദിഷ് സാറിനും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇതേ രീതിയിൽ തന്നെ എല്ലാ 21 ദിവസം എന്തെല്ലാം ചെയ്തോ ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും അത് നമ്മൾ വീണ്ടും ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ അതേ കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം അറിയിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കോഴ്സ് കഴിഞ്ഞൊരു 2-3 ദിവസത്തിനകം തന്നെയാണ് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്.